കേരളത്തെയും UDF-നെയും സ്നേഹിക്കുന്നവർ ഉറപ്പായും ഈ വീഡിയോ കാണണം. ഞാൻ ഈ അടുത്ത കാലത്ത് കേട്ട ഏറ്റവും കാമ്പുള്ള ഈടുറ്റ ഒരു രാഷ്ട്രീയ നിരീക്ഷണമാണ് ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകർ കേൾക്കുവാൻ പോകുന്നത്. ITV ന്യൂസ് പ്രേക്ഷകനും വളരെ ഒബ്ജക്റ്റീവായ രാഷ്ട്രീയ നിലപാടുകളും നിരീക്ഷണവും നടത്തുന്ന, ശക്തമായ പ്രതികരണങ്ങൾ നടത്തുന്ന ഡോക്ടർ തോമസ് USA-യിൽ നിന്നും നൽകുന്ന ഒരു പ്രതികരണമാണിത്. ഇത് സകല കോൺഗ്രസ്സുകാരും UDF-നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരും കേരളത്തിൻ്റെ നന്മ ആഗ്രഹിക്കുന്നവരും ഉറപ്പായും കാണണം, പങ്കുവയ്ക്കണം. പിണറായി സംഘം കൊണ്ട് പ്രതിമുട്ടിയ കേരളത്തിലെ ജനങ്ങൾ ഇനി സതീശനിസത്തിൽ നട്ടം തിരിയരുത്. പിണറായിയേക്കാളും കെട്ടവനാണിവൻ. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, ഡോക്ടർ തോമസിൻ്റെ വാക്കുകളിലേക്ക്. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം. പ്രത്യേകിച്ച് സുനിൽ സാറിൻ്റെ ITV ന്യൂസ് എപ്പോഴും കേൾക്കുന്നുണ്ട്. ഒറ്റ എപ്പിസോഡ് പോലും വിടാതെ കേൾക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ഈ വീഡിയോ വരുന്ന സമയത്ത് ഞാൻ ചെയ്യുന്നൊരു കാര്യം, ഞങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ പല രാജ്യങ്ങളിലുമുള്ള ഞങ്ങളുടെ ഒരു NRI ഫോറം, ആ ഗ്രൂപ്പിലേക്ക് ഇത് ഷെയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് പേരൊക്കെ വിരലെണ്ണാവുന്ന ചിലർ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിലും ഒരു 90% ആളുകളും ഇപ്പോൾ ITV ന്യൂസ് പറയുന്നതായ ആ ഒരു കാര്യങ്ങൾ എന്നെപ്പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. എനിക്ക് ഈ വോയിസിൽ കൂടെ പറയാനുള്ള 3-4 കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുക. അതിൽ ഇപ്പോഴത്തെ ഒരു കോണ്ടസ്റ്റ്, ഇപ്പം ഇലക്ഷൻ, തദ്ദേശ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായി എങ്കിലും ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് UDF-ന് ഒരു മേൽക്കൈ ഉണ്ടായത്? അതിൽ ഞാൻ പല ആർട്ടിക്കിളുകൾ വായിച്ചു, പല ന്യൂസ് കേട്ടു, ചാനലുകളിൽ കൂടെയൊക്കെ ഉള്ള, അതുപോലെ തന്നെ ITV ന്യൂസിൻ്റെ അപഗ്രഥനം, ഇതെല്ലാം ഒന്ന് കേട്ട് വായിച്ചതിന് ശേഷം ഒരുപാട് റീസൺസ് പലരും പറയുന്നുണ്ട്. അതിൽ LDF-ന് ഇത്രമാത്രം പരാജയം എന്തുകൊണ്ട് ഉണ്ടായി? UDF-ന് പ്രതീക്ഷിച്ചതിനേക്കാൾ, ഇപ്പോൾ VD സതീശനുമൊക്കെ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരു വലിയ വിജയം ഉണ്ടായി. അത് സംശയമില്ലാത്തൊരു കാര്യമാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ. 1, ഭരണവിരുദ്ധ വികാരം. ഓർക്കണം, 10 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ, അവർക്കെതിരെ വിധി എഴുതി വീണ്ടും പിണറായിക്ക് തുടരാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകേണ്ടതായിരുന്നു. എന്നാൽ അത് ഉണ്ടാകാഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കോവിഡിൻ്റെ സിറ്റുവേഷനാണ്. അന്ന് UDF-ന് വേണ്ടതുപോലെ അവരുടെ ഇലക്ഷൻ പ്രചരണം നടത്താൻ പറ്റിയില്ല. പക്ഷേ ഇടതുപക്ഷം അവരുടേതായിട്ടുള്ള പാർട്ടിയിൽപ്പെട്ട DYFI ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കിറ്റ് കൊടുക്കാനെന്നുള്ള വ്യാജേന അവർക്ക് ബാക്കി ആർക്കും പുറത്തിറങ്ങാൻ അവരനുവദിച്ചില്ല, പ്രചരണം നടത്താൻ അനുവദിച്ചില്ല. പക്ഷേ അവരുടെ പാർട്ടിക്കാരെല്ലാം വീടുകളിലും കയറി കിറ്റും കൊടുത്തു. അങ്ങനെ ജനങ്ങൾക്ക് ഈ സർക്കാരിനെതിരെയുള്ള വേണ്ട വിധത്തിൽ അവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനോ അവർക്കെതിരെ വോട്ട് ചെയ്യാനോ കേരള ജനതയ്ക്ക് സാധിച്ചില്ല. അതൊരു പ്രധാനപ്പെട്ട റീസണായിരുന്നു. എന്നാൽ ശക്തമായിട്ട് ഈ എത്രമാത്രം അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്നത്, അത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ഈ 10 വർഷത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കിയാൽ നമുക്ക് ലജ്ജയാണ് തോന്നുന്നത്, നാണമാണ് തോന്നുന്നത്. ഇങ്ങനെയും ഞാനിവിടെ നിന്ന് പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. ഇങ്ങനെയും ഒരു ഗവൺമെൻറ്റിന് ഇത്ര ആരോപണങ്ങളാണ്. അത് വളരെ ED അന്വേഷിക്കുന്നതായ ആരോപണങ്ങളെ, ബാങ്ക് സംബന്ധിച്ചുള്ളത്, സ്വർണ്ണക്കൊള്ള സംബന്ധിച്ചുള്ളത്, ഇപ്പോൾ തന്നെ ശബരിമലയുടെ ഇതായ വിഷയം, ഇതൊക്കെ എന്ത് നാണം കെട്ട, നമ്മുടേതായ കേരളത്തിൻ്റെ ചരിത്രത്തിൽ കേൾവി പോലുമില്ലാത്തതായ അഴിമതി ആരോപണങ്ങളാണ്. വികസനമില്ല, അത് പോട്ടെ, കാരണം ഇടതുപക്ഷം ഭരിക്കുന്നിടത്തൊന്നും വികസനം ഉണ്ടാകുകയല്ല. ഇപ്പം ഞാൻ 82 രാജ്യങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ, മുമ്പ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളായിരുന്നു. ഫോർ എക്സാമ്പിൾ ചെക്ക് റിപ്പബ്ലിക്കിൽ പ്രാഗ് എന്ന് പറയുന്ന സിറ്റിയിൽ ഞാൻ ചെന്ന സമയത്ത് എന്ത് മനോഹരമായ ഒരു സിറ്റിയാണെന്നറിയാമോ പ്രാഗ്. അതുപോലെ തന്നെ നല്ല വികസനമുള്ളതായ ബ്യൂട്ടിഫുള്ളാണ്, നമ്മൾ കണ്ട് ഇരുന്ന് പോകും. പക്ഷേ അവിടെയുള്ള ആളുകൾ എന്നോട് പറഞ്ഞത്, ഇങ്ങനെ ആയിരുന്നില്ല പ്രാഗ്, ഇങ്ങനെ ആയിരുന്നില്ല ചെക്ക് റിപ്പബ്ലിക്ക്. കമ്മ്യൂണിസ്റ്റിൻ്റെ ഭരണകാലത്ത് ഞങ്ങൾക്കൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങിക്കാൻ പോലും ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. പല കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളും നിങ്ങൾ
ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി, 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഡാറ്റ കിട്ടും. പല രാജ്യങ്ങളും, കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലുള്ള പല രാജ്യങ്ങളും വികസനമില്ലാതെ മുരടിച്ചു പോയി. കേരളത്തിൽ ബംഗാളിൻ്റെ അവസ്ഥ നോക്ക്, ബംഗാൾ ഭാരിച്ച് അവർ കുട്ടിച്ചോറാക്കി. കേരളത്തിൽ ഇനി ഒരു പ്രാവശ്യം കൂടെ ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ പിന്നെ നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ മരിക്കുന്നത് വരെ, ഞാനിപ്പോൾ വോയിസ് ഇടാനുള്ളതിൻ്റെ കാരണം അതാണ്. കേരളത്തോടുള്ള സ്നേഹം, നമ്മൾ ജനിച്ചത് അവിടെയാണ്, നമ്മൾ കണ്ട കാര്യങ്ങൾ, കേരളത്തിൻ്റെ പർവ്വതങ്ങൾ, അരുവികൾ, മനോഹരമായ നമ്മുടെ സംസ്ഥാനം, അവിടെയുള്ള നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ കുടുംബക്കാർ, നമ്മൾ സ്നേഹിക്കുന്നതായ ഒരു സംസ്ഥാനം, ഇതൊരിക്കലും നശിച്ചു പോകാനിടയാകരുത്. ഇനി ഈ ഗവൺമെൻറ്റിന് ഒരു അവസരം കൂടെ കൊടുക്കരുത്. അപ്പോൾ ചുരുക്കത്തിൽ തന്നെ പറയാം, ഈ സർക്കാരിനെതിരെയുള്ള ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. അത് അടുത്ത ഇലക്ഷനിലും കാണാനുള്ള സാധ്യത വളരെയാണ്. പക്ഷേ അതിനെ അതിജീവിക്കാനുള്ളതായ ചില കുറുക്ക് വഴികൾ ഗവൺമെൻറ്റും പാർട്ടിയും ആലോചിക്കുന്നുണ്ടെന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അതിനെ എങ്ങനെ അതിജീവിക്കുക, അതിന് ചെയ്യാവുന്നതെല്ലാം അവർ ചെയ്യും എന്നുള്ളതും വാസ്തവമാണ്. രണ്ടാമത്തെ, ഈ വളരെ ദയനീയമായിട്ടുള്ള LDFൻ്റെ പരാജയത്തിന് കാരണം, തദ്ദേശ സ്ഥാപനങ്ങളുടെ പരാജയത്തിന് കാരണം ശബരിമല ഇഷ്യൂ തന്നെയാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ, ഞാനൊരു ക്രിസ്ത്യൻ ആണെങ്കിൽ നമ്മൾ ഒരു ക്രിസ്ത്യൻ ചർച്ചിലെയോ അല്ലെങ്കിൽ ഒരു അമ്പലത്തിലെ ഈ വിളക്കുകളൊക്കെ അവിടെ ആളുകൾക്ക് എടുക്കാവുന്ന രീതിയിൽ വരെ, പക്ഷേ ഒരു മനുഷ്യനും അവിടെ കയറി ഇങ്ങനെ മോഷ്ടിക്കില്ല. നാണക്കേടാണ്. ഒരു അമ്പലത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മോസ്കിൽ നിന്നൊരു സാധനം മോഷ്ടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം അതിനെ അംഗീകരിക്കത്തില്ല. വളരെ പുച്ഛത്തോടെ അതിനെ നോക്കുന്നത്. കള്ളന്മാർ പോലും ആരാധനാലയങ്ങളിൽ കയറുകയല്ലായിരുന്നു. പക്ഷേ ഇന്നതാണോ, CPMൻ്റെ തന്നെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുള്ള MLA-മാരായിട്ടൊക്കെ ഇരുന്നിട്ടുള്ള ആളുകൾ സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് മുഖ്യമന്ത്രി വന്നിരുന്ന് വാർത്താ സമ്മേളനം വിളിച്ചിട്ട് പറയാം ശബരിമല ഏറ്റിട്ടില്ലെന്ന്. ശബരിമലയുടെ ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള ആളുകൾ, ഹൈന്ദവ വിശ്വാസികൾ മാത്രമല്ല, ഇപ്പോൾ ഹൈന്ദവ ആരാധന ആലയത്തിനെതിരെ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന്, ഭരണത്തിലിരിക്കുന്നവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ അത് ഹൈന്ദവർ മാത്രമല്ല അതിനെ ഏറ്റെടുക്കുന്നത്. മറ്റുള്ളവർ ചിന്തിക്കുന്നത്, ക്രിസ്ത്യൻസ് ആണെങ്കിലും മറ്റു മതവിഭാഗങ്ങൾ അവർ ചിന്തിക്കുന്നത് നമ്മളോട് ഇങ്ങനെ ആയിരിക്കുമല്ലോ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പൊതു സമൂഹത്തിൻ്റെ ശക്തമായിട്ടുള്ളൊരു എതിർപ്പ് ശബരിമല വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ച് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് റിസൾട്ട് കണ്ടാൽ വളരെ ക്ലിയറാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട വിഷയം, ഞാൻ ഇവിടെ അമേരിക്കയിലാണ്, ഫോക്സ് ന്യൂസാണ് കാണാൻ ഇഷ്ടപ്പെടുന്നത്. i2i എപ്പോഴും കാണാറുണ്ട്. പക്ഷേ നാട്ടിൽ കണ്ടുകൊണ്ടിരുന്ന ചില ചാനലുകളുണ്ട്, അതൊന്നും കാണാറില്ല. കാരണം ഈ രാഹുൽ ഇഷ്യൂ വന്നേ പിന്നെ റിപ്പോർട്ടർ തുറക്കാറില്ല, 24 തുറക്കാറില്ല. ഏഷ്യാനെറ്റും ബയസായിട്ട് രാഹുലിനെതിരെ ഒരുപാട് ചർച്ചകൾ നടത്തി. പ്രത്യേകിച്ച് ഈ റോയിയെ പോലെയുള്ളവരെ, പൊടിപ്പാറ, അഡ്വക്കേറ്റ് ശിവശങ്കർ, പിന്നെ അങ്ങനെ ചിലരെ, ഈ രാഹുലിനെ എതിർക്കുന്ന ചില ആളുകളെ വിളിച്ചിരുത്തി അജണ്ടയുടെ ഭാഗമായിട്ട് അവർ ചർച്ച ചെയ്യുന്നതുകൊണ്ട് മനസ്സിന് വലിയ വിഷമം തോന്നി. അതുകൊണ്ട് ഏഷ്യാനെറ്റും കാണാറില്ല. എങ്കിലും കേരളത്തിൽ വാർത്തകൾ മനസ്സിലാക്കാൻ പറ്റുന്ന ചില ജെന്യൂൻ, അതിൻ്റെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, എല്ലാ ദിവസവും ഒരു 1-2 മണിക്കൂർ എങ്കിലും, പ്രത്യേകിച്ച് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇഷ്ടംപോലെ ടൈമുണ്ട്, യൂട്യൂബിൽ കിട്ടുന്നതുകൊണ്ട് ന്യൂസ് നന്നായിട്ട് കേൾക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലും കൂടെയാണ് ഞാൻ പറയുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന പോലെ ഒരു ഇഷ്യൂ കഴിഞ്ഞ ഒരു 5-6 മാസത്തിനിടയ്ക്ക് ഉണ്ടായിട്ടേ ഇല്ല. നിങ്ങൾ എടുത്തു നോക്കി, നിങ്ങൾ ഫേസ്ബുക്കിലോട്ട് കയറി നോക്ക്, അല്ലെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ കയറി നോക്ക്. പ്രത്യേകിച്ച് i2i ന്യൂസ് പോലെയുള്ള മലയാളി വാർത്ത ഇങ്ങനെയുള്ള ചാനലിൽ കയറി നോക്കി, എത്ര 100 കണക്കിന് വീഡിയോകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള വിഷയത്തിൽ 1000 കണക്കിന് വീഡിയോകളാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത്രമാത്രം ജനസമ്മതിയുള്ള, ഇത്രമാത്രം അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ തന്നെ, ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷേ എന്തോ സൗന്ദര്യമാണ് അദ്ദേഹത്തെ കാണാൻ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചിരി, ഒറ്റ ചിരിയിൽ ആളുകൾ മയങ്ങിപ്പോകും. അത്രമാത്രം ആളുകളെ, ക്രൗഡിനെ തന്നിലേക്ക് വലിച്ച് ആകർഷിക്കാൻ കഴിവുള്ള ഒരു ചെറുപ്പക്കാരനാണ്. എഡ്യൂക്കേറ്റഡ്, വെരി എഡ്യൂക്കേറ്റഡ് മാൻ. കണ്ടു കഴിഞ്ഞാൽ സൗന്ദര്യമുള്ള, അതുപോലെ തന്നെ നല്ല ചിരിയുള്ള ചെറുപ്പക്കാരനായ ഒരു മനുഷ്യൻ. അപ്പോൾ ആ മനുഷ്യനെതിരെ ഒരു പ്രശ്നം വന്നപ്പോൾ കേരള സമൂഹം ഒറ്റക്കെട്ടായിട്ട്, കന്യാസ്ത്രീകൾ ഉൾപ്പെടെ വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ടവരെ
എത്ര ശക്തമായിട്ടാണ് ആ ചെറുപ്പക്കാരന് സപ്പോർട്ടായിട്ട് നിന്നത്. അത് വെട്ടിക്കിളികളാണെന്ന് രാജ്മോഹൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഇപ്പം ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഞാനെങ്ങനെയാണ് സൈബർ പോരാളിയോ അല്ലെങ്കിൽ വെട്ടിക്കിളിയാവുന്നത്? ഞാൻ അമേരിക്കയിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഓസ്ട്രേലിയയിൽ നിന്ന് എൻ്റെ പല ഫ്രണ്ട്സ് UK നിന്ന് വിളിക്കാറുണ്ട്. ഞങ്ങൾ ഗ്രൂപ്പിൽ സംസാരിക്കുമ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യാറുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കോൺഗ്രസിനെ സ്നേഹിക്കുന്ന എന്നെപ്പോലുള്ള 10,000-കണക്കിന് ആളുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിന് സപ്പോർട്ട് കൊടുക്കുന്നത്. അവരെ സൈബർ പോരാളികളെന്നോ വെട്ടിക്കിളികളെന്നോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം തന്നെ 2 ടൈപ്പിലുള്ള വീഡിയോകളുണ്ടല്ലോ. ഒന്ന്, ഇപ്പോൾ രാജ്മോഹനോ അല്ലെങ്കിൽ മുരളീധരനോ രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ VD സതീശനോ രാഹുലിനെതിരെ സംസാരിക്കുമ്പോൾ അതിന് താഴെ വരുന്നതായ കമൻറ്റുകൾ നോക്കുക. അപ്പോൾ പറയുക ഇത് സൈബർ പോരാളികളാണ് അല്ലെങ്കിൽ ഇടതുപക്ഷം ചെയ്യുന്നതാണ്. നിങ്ങൾ മറിച്ച് നോക്ക്, രാഹുലിന് അനുകൂലമായിട്ട് ആരെങ്കിലും ഒരു ഫേസ്ബുക്കിലോ അല്ല യൂട്യൂബിലോ ഒരു വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ താഴെ വന്നേക്കുന്ന അതിപ്പോൾ ഇടതുപക്ഷം അനുകൂലമായിട്ട് ഇടത്തില്ലല്ലോ, കമൻ്റ് ഇടത്തില്ലല്ലോ. നിങ്ങൾ അതുകൂടെ ഒന്ന് വായിച്ചു നോക്കുക. ബഹുമാനപ്പെട്ട UDFൻ്റെ നേതാക്കൾ ഒന്ന് വായിച്ചു നോക്കുക നിങ്ങളെടുത്തതായ ഇത്രയും മോശമായിട്ടുള്ള തീരുമാനം. അപ്പോൾ അതിനെതിരെ ജനങ്ങൾ വിധി എഴുതിയിട്ടില്ല. VD സതീശനെതിരെയോ അല്ലെങ്കിൽ UDFനെതിരെയോ എഴുതിയിട്ടില്ല. എഴുതാൻ പോകുന്നത് അടുത്ത ഇലക്ഷനിലായിരിക്കും. ഇപ്പോഴിപ്പം തദ്ദേശ സ്ഥാപനങ്ങൾ ഇപ്പം തന്നെ ഞാൻ തന്നെ ഇപ്പം പുനലൂർ അതും അല്ലെങ്കിൽ എറണാകുളത്ത് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാൽ ഒത്തിരി കോണ്ടക്സ്റ്റലായിട്ടുള്ള വിഷയങ്ങളുണ്ട്. ചർച്ചുമായിട്ടുള്ള അഫിലിയേഷൻ അല്ലെങ്കിൽ അവരുടെ അയൽവക്കത്തുള്ള ആ ബന്ധങ്ങൾ, കുടുംബ പശ്ചാത്തലങ്ങൾ, പരിചയങ്ങൾ, അല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ച ബന്ധങ്ങൾ. ഒരു വാർഡിൽ ഒരാൾ മത്സരിക്കുന്നു അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്ത് മത്സരിക്കുമ്പോൾ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന വിഷയങ്ങളാണ് കൂടുതലായിട്ടും വരുന്നത്. അതിനകത്ത് ഇവർ തമ്മിൽ അറിയാവുന്നവരായതുകൊണ്ട് പരിചയം കൊണ്ടും കുടുംബ പശ്ചാത്തലം, സാമുദായിക, സാംസ്കാരിക, മതപരമായിട്ടുള്ള ബന്ധങ്ങൾ, ഇതൊക്കെയാണ് ഒരു 70% വരെ 60 മുതൽ 70% വരെ കാരണമായിരിക്കുന്നതാണ്. ഇപ്പം തന്നെ ശശിധരൻ പുനലൂരിനടുത്തുള്ള ഉറുകുന്നെന്ന് പറയുന്ന സ്ഥലത്ത് ശശി എനിക്കറിയാവുന്ന ഒരു നല്ലൊരു രാഷ്ട്രീയ നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 30 വർഷം അദ്ദേഹം രാഷ്ട്രീയം തികച്ചതിൻ്റെ ഒരു പ്രത്യേക അവാർഡൊക്കെ കൊടുത്തപ്പോൾ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയായിരുന്നു അവിടെ പോയി അത് ദാനം ചെയ്തത്. അപ്പോൾ അദ്ദേഹം കറകളഞ്ഞ ഒരു ലീഡറാണ്. അദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു അധ്യാപകനായിരുന്നു. ഇദ്ദേഹം ചെറുപ്പത്തിലേ കോൺഗ്രസ്സിന് വേണ്ടി ആ ജീവിതം ഒഴിഞ്ഞു വെച്ചൊരു മനുഷ്യനാണ്. അദ്ദേഹം ഒന്നും ആയിട്ടില്ല, ഒരു MLA ആയിട്ടില്ല, ഒരു MP ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെതായ വേർപ്പും രക്തവും മുഴുവൻ ഒരു സമൂഹത്തിന് വേണ്ടി, ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി കൊടുത്ത ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഒരു മത്സര സ്ഥാനത്തേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ആളുകൾ പരിഗണിക്കും. എത്രയോ വർഷമായിട്ട് അദ്ദേഹം ജനപ്രതിനിധിയാണ്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെ പുനലൂർ എനിക്കറിയാവുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം എനിക്ക് ബന്ധമുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിനൊക്കെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പരിചയക്കാർ ഒരുപാട് പേരുണ്ട്, കുടുംബക്കാർ തന്നെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർ തീർച്ചയായിട്ടും വോട്ട് ചെയ്യും, പാർട്ടിയോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ നോക്കുകയല്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ഇവിടെ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. കാരണം 24-നെയും റിപ്പോർട്ടറിനെയും ഉപയോഗിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സർക്കാർ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പുറകെ നടക്കുന്നു. എതിരെ പരാതിക്കാരിയെ 2-3 മാസം ഇല്ലായിരുന്നെങ്കിൽ തന്നെ പെട്ടെന്ന് കണ്ടെത്തുന്നു. അടിയന്തരമായിട്ട് മുഖ്യമന്ത്രി തന്നെ കേസ് എടുക്കാൻ പറയുന്നു. ഇതൊക്കെ നാട്ടിലെ അമ്മമാർ വേദനയോടെ വിഷമത്തോടാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സർക്കാർ എടുത്ത നിലപാട് അത് വേടനെതിരെയോ അല്ലെങ്കിൽ വേടനെ അവരനുകൂലിക്കുകയും അവരുടെ കൂടെ തന്നെയുള്ളതായ മന്ത്രിമാരെയും MLA മാരെയും ഒക്കെ അനുകൂലിച്ചിട്ട് പൊതിഞ്ഞു നിർത്തിയിട്ട്, മുൻ MLA മാരെയൊക്കെ പൊതിഞ്ഞു നിർത്തിയിട്ട് രാഹുലിൻ്റെ വിഷയത്തിന് വേണ്ടി ആ വേട്ടപ്പട്ടികൾ ഓടുന്നത് പോലെ സർക്കാർ ഓടുന്നത് കണ്ടപ്പോൾ എന്നാൽ ഇതിനൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമെന്ന് ജനത്തിന് തോന്നി. അതാണ് മൂന്നാമത്തെ ഒരു റീസൺ. അതിൽ മുമ്പ് പറയാൻ കഴിയാഞ്ഞൊരു കാര്യമുണ്ട്. കാരണം നമ്മുടെ i2i ന്യൂസ് കുറച്ച് ദിവസം സുനിൽ സാർ തന്നെ അതിൻ്റെ ഓഡിയൻസിൻ്റെ ഒന്നും റെസ്പോൺസ് എടുക്കാതെ വാർത്തകൾ ഇടേണ്ട ഒരു സാഹചര്യമുണ്ടായിരുന്നു. അന്ന് പറയേണ്ടതാണ്, എനിക്ക് ഏറ്റവും വേദനയുണ്ടായൊരു കാര്യം, ഈ പെൺകുട്ടി പരാതികളൊന്നും മാസങ്ങളിൽ നിന്നപ്പം കോൺഗ്രസ് ലീഡേഴ്സ് മണികണ്ഠൻ ഇവരൊക്കെ ചോദിച്ചപ്പോൾ ഒരു പരാതി പോലും ഇല്ല.
പരാതിക്കാരില്ലല്ലോ എന്ന് പറഞ്ഞ് രാഹുൽ പതുക്കെ പാലക്കാടേക്ക് ചെന്നു. അവിടെ പല വീടുകൾ സ്ഥാപിച്ചു കൊടുത്തു, അതിന് ഉദ്ഘാടനങ്ങൾ നടത്തി. വളരെ ഭംഗിയായിട്ട് ചെറുപ്പക്കാരൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം തെറ്റൊന്നും ചെയ്തില്ല. അപ്പോൾ അദ്ദേഹം അവിടെ നല്ല കാര്യങ്ങളാണ് ചെയ്തത്. അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാണ് പരാതി വന്നതെന്ന് പറഞ്ഞു. വളരെ പ്രായമുള്ള ഉണ്ണിത്താൻ എന്ന് പറഞ്ഞ ആ മനുഷ്യൻ, എനിക്ക് സത്യത്തിൽ ആ മനുഷ്യനോട് പുച്ഛമാണ് തോന്നിയത്. അദ്ദേഹത്തിന് ഈ കോൺഗ്രസ്സിന് വേണ്ടി, യൂത്ത് കോൺഗ്രസ്സിന് വേണ്ടി രാപ്പകലില്ലാതെ സമരം നടത്തിയ ഒരു ചെറുപ്പക്കാരൻ, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരപ്പൻ മരിച്ചുപോയ രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ള ഒരു ചെറുപ്പക്കാരൻ, കോൺഗ്രസ്സിന് വേണ്ടി സമരം നടത്തി അടികൊണ്ട് ചോരയൊലിപ്പിച്ച് ജയിലിൽ വരെ പോകേണ്ടി വന്ന, സ്വന്തം അമ്മയുടെ ആ സാന്നിധ്യത്തിൽ ആ വീട്ടിൽ നിന്ന് പോലീസ് വെളുപ്പിനെ പിടിച്ച് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട്, കള്ളമോ അല്ലെങ്കിൽ മോഷണമോ നടത്തിക്കൊണ്ടല്ല, പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് പോയ ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് ഈ രാജ്മോഹൻ ഉണ്ണിത്താനും മുരളീധരനും എന്തിന് രമേശ് ചെന്നിത്തല വരെ പരസ്യമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള വിദേശത്തുള്ള കേരളത്തെ സ്നേഹിക്കുന്ന കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേർക്ക് വളരെ വേദന തോന്നിയെന്ന് മാത്രമല്ല, പുച്ഛത്തോടാണ് ഞങ്ങൾ അവരെ നോക്കിക്കണ്ടത്. പ്രത്യേകിച്ച് ഈ രാജ്മോഹൻ ഉണ്ണിത്താനെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളവൻ 2008 അദ്ദേഹത്തെ ഒരു സ്ത്രീയുടെ കൂടെ പിടിച്ച് അദ്ദേഹം തലകൂനിച്ച് നാണിച്ചിരിക്കുന്ന ഒരു വീഡിയോ ഇപ്പോഴും മീഡിയയിലുണ്ട്. ആ മനുഷ്യനാണ് വന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാത്രമല്ല, കേരളം ഇന്ന് UDFൽ ജനങ്ങളെ മുഴുവൻ സ്വാധീനിക്കാൻ അവർ വന്നു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ജനങ്ങൾ പറന്നുകൂടും. അതുപോലെ വിരലിൽ എണ്ണാവുന്ന 2-3 നേതാക്കളെ കോൺഗ്രസ്സിനുള്ളൂ. അതിൽ ഒന്നാണ് കെ സുധാകരൻ KPCC പ്രസിഡൻ്റായി വന്നതിന് ശേഷമാണ് കോൺഗ്രസ്സിന് ഒരു ഊർജവും ഒരു ജീവനും ഒരു ഐക്യതയും ശക്തിയും ഉണ്ടായത്. പക്ഷേ അദ്ദേഹത്തെ ചവിട്ടി VD സതീശൻ പുറത്താക്കി. അപ്പോൾ അദ്ദേഹത്തെ പോലെ വളരെ ജനപ്രീതിയുള്ള ഒരു നേതാവിനെ വരെ ഈ ഉണ്ണിത്താൻ വന്ന് വളരെ മോശമായിട്ട് സംസാരിച്ചു. മുരളീധരൻ രാഹുലിനെതിരെ എന്തൊക്കെയാണ് പറഞ്ഞത്. ഈ മുരളീധരൻ കോൺഗ്രസ് വിട്ടുപോയതും ബഹുമാനപ്പെട്ട സോണിയാജിയെ മദാമ എന്ന് വിളിച്ചതും അഹമ്മദ് പട്ടേലിനെ അലൂമിനിയം പട്ടേൽ എന്ന് വിളിച്ചതും DIC ഉണ്ടാക്കി പോയതും അതുപോലെ തന്നെ LDFൻ്റെ പുറകേ നടന്ന മെമ്പർഷിപ്പിന് വേണ്ടി ക്യൂ നിന്നിട്ട് അവരവിടെ ചവിട്ടി ഓടിച്ച് അവിടെ കയറ്റാതെ ഒടുവിൽ തൃശ്ശൂർ വന്ന് അവിടെയും തോറ്റ് തുന്നമ്പാടി നിൽക്കുന്ന ഈ മനുഷ്യൻ ഇനിയെങ്കിലും ജസ്റ്റ് ഈ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചിട്ടൊന്ന് പൊക്കൂടെ? ചെറുപ്പക്കാരായിട്ടുള്ള ഈ രാഹുൽ മാങ്കൂട്ടത്തെ പോലെ ഷാഫി പോലെയുള്ളവരെ ഇങ്ങനെ ഈ എങ്ങനെയും നശിപ്പിക്കാൻ വേണ്ടി ഈ ഓൾഡ് ജനറേഷൻ അതായത് മുതുക്കായി മുരടിച്ച് ജീർണിച്ച് ടൈം കഴിഞ്ഞ കുറച്ച് പേരെ ഇപ്പോഴത്തെ യങ് ജനറേഷനെ ഒതുക്കാൻ വേണ്ടി മുമ്പോട്ട് വന്നിരിക്കുകയാണ്. അതിൻ്റെ ചാവേറാണ് ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്നത്. രമേശ് ചെന്നിത്തല കുറച്ചുകൂടെ ഒരു ഡീസൻ്റായിട്ടുള്ളൊരു മനുഷ്യനാണ്, കുറച്ചുകൂടെ ഞാൻ ബഹുമാനം കൊടുക്കുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം ഓർക്കണം, രാഹുൽ മാങ്കൂട്ടത്തിൽ ആരായിരുന്നു? കോൺഗ്രസ് ഫാമിലിയിലെ അംഗമാണ്. അപ്പം അദ്ദേഹം പറയാണ്, ഞാനായിരുന്നു ആഭ്യന്തരം കൈകാര്യം ചെയ്തിരുന്നതെങ്കിൽ 24 മണിക്കൂറിനകം ഞാൻ പിടിച്ചെന്ന് വെച്ചാൽ രാഹുലിനെ എങ്ങനെയും അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്പം കൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ഈ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഞങ്ങളൊക്കെ ഇത് കേട്ട് നിങ്ങളുടെ കാര്യം ആലോചിക്കണം. ജനം ചിന്തിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും വിഡ്ഢിത്തരം അങ്ങോട്ട് വന്നു എന്ന് വിളിച്ചു പറഞ്ഞാൽ അതുപോലെ സാധാരണപ്പെട്ട ആളുകൾ ചിന്തിക്കുമെന്ന് വിചാരിക്കരുത്. ഇപ്പം ഞാനാണ് അമേരിക്ക വന്ന് റിസർച്ച് ചെയ്ത് ഞാൻ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പം നമ്മളൊരു കാര്യം കേൾക്കുമ്പോൾ 2 ഭാഗവും നോക്കിയിട്ട് മാത്രമേ സംസാരിക്കൂ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അനുകൂലമായിട്ടൊരു സെനൻസ് പറയണമെന്നുണ്ടെങ്കിൽ വളരെ നേരം അതിൻ്റെ എല്ലാ 2 വശങ്ങളും മനസ്സിലാക്കിയതിന് ശേഷമാണ് ഒരു സെനൻസ് പറയുന്നത്. ചുമ്മാ വിഡ്ഢിത്തം വിളിച്ചു പറയാൻ ആൾക്ക് പറ്റത്തില്ല എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. അപ്പോൾ എൻ്റെ ഒരു ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്, വൈ ഓൾ ദീസ് ലീഡേഴ്സ്, രാജ്മോഹൻ ഉണ്ണിത്താൻ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല, മുരളീധരൻ, VM സുധീരൻ പോലും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ടാർഗറ്റ് ചെയ്ത് സംസാരിച്ചു. എൻ്റെ ഒരു ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്, കഴിഞ്ഞതായ ഇലക്ഷൻസിലെല്ലാം നിങ്ങൾ നോക്കിക്കേ, ഇപ്പോൾ ഷാഫി പറമ്പിൽ, അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ, ചാണ്ടി ഉമ്മൻ, അതുപോലെ മുസ്ലിം ലീഗിൻ്റെ ഒരു ഫിറൂസ് എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്, ഫിറൂസ്, അതുപോലെ തന്നെ മാത്യു കൊടുന്നതാണ്, ഇവരെല്ലാം കൂടെ കൂടുന്നതായ ഒരു ഗ്രൂപ്പ്, VT ബൽറാം, ഈ ചെറുപ്പക്കാർ, ശബരിനാഥൻ, ഇവരെല്ലാം കൂടെ വേറൊന്നും വേണ്ട, അടുത്തതായ നിയമസഭ ഇലക്ഷനിൽ ജയിക്കാൻ ഈ വല്യപ്പന്മാരൊക്കെ മാറി ജസ്റ്റ് നിന്ന് ലീഡർഷിപ്പ് കൊടുത്തുകൊണ്ട് ഈ ചെറുപ്പക്കാരെ, ഈ
കുതിരകളായ ഈ ചെറുപ്പക്കാരെ ഇറക്കി വിട്ടാൽ മതിയായിരുന്നു. പക്ഷേ അതിനകത്ത് ഇവരൊരു അപകടം കണ്ടു. കാരണം ഇപ്പം മല്ലികാർജുൻ ഖാർഗെ, ഇപ്പം അദ്ദേഹത്തിന് 83-84 വയസ്സായി, എന്നിട്ടും അദ്ദേഹം അവിടെ ഇരിക്കുകയാണ്, റിട്ടയർ ആയിട്ടില്ല, ഇപ്പോഴും പ്രസിഡൻ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഒരു 85-86 വയസ്സ് വരെയെങ്കിലും ഇരുന്ന് ഭരിക്കണമെങ്കിൽ വി ഡി സതീശനും അതുപോലെ തന്നെ വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും UDF-ൻ്റെതായിട്ടുള്ള സ്ഥാനങ്ങൾ തിന്ന് രമേശ് ചെന്നിത്തലയുടെ സ്ഥാനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞിടയ്ക്ക് ഫേസ്ബുക്കിൽ ആരോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഏതെല്ലാം സ്ഥാനങ്ങളിലാണ് ഈ മനുഷ്യൻ എഴുതിയിട്ടുള്ളത്, എനിക്കെങ്കിലും ഒന്ന് മാറിക്കൂടായോ. അപ്പോൾ ഇവർക്ക് ഇതുവരെ മതിയായിട്ടില്ല. ഞാൻ മുമ്പ് പറഞ്ഞതിൻ്റെ കൊണ്ട് ശശിധരനെ പോലെയുള്ള നിസ്വാർത്ഥമായിട്ട് കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിക്കുന്ന 10,000-കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട്. അവർക്കൊരു MLA സ്ഥാനം കിട്ടിയിട്ടില്ല, അവർക്കൊരു MP സ്ഥാനം കിട്ടിയിട്ടില്ല, അവരൊരു കൗൺസിൽ മെമ്പർ പോലും ആയിട്ടില്ല. അങ്ങനെയുള്ള 10,000-കണക്കിന് ആളുകൾ കോൺഗ്രസ്സിന് വേണ്ടി എൻ്റെ കുടുംബത്തിൽപ്പെട്ടവർ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ ഫാദർ തന്നെ കോൺഗ്രസ്സിന് വേണ്ടി പൈസ അങ്ങോട്ട് ചിലവാക്കി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ടൈമിലൊക്കെ അവരെല്ലാം കോൺഗ്രസ്സിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ ആ സ്നേഹം കൂടെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഇവിടെ ബഹുമാനപ്പെട്ട രാഹുൽജി ഇവിടെ US വന്ന സമയത്ത് അദ്ദേഹത്തോട് സംസാരിക്കാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും പറഞ്ഞില്ലെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുക, അതുപോലെ തന്നെ പേഴ്സണൽ ഇമെയിലിൽ ഈ കാര്യങ്ങൾ എഴുതി അറിയിച്ചതാണ്. പക്ഷേ അപകടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയിച്ചു കഴിഞ്ഞാലും കാര്യങ്ങൾ ചുക്കാൻ പിടിക്കുന്നത് ഈ വേണുഗോപാലാണ്. അതാണ് അതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ഓൾഡർ ജനറേഷൻ ഒരു ഈ മുരളീധരനെ പോലെയുള്ള അവർ ഈ പടക്കുതിരകളെ പോലെയുള്ള ഇപ്പം ഷാഫി 140 നിയോജക മണ്ഡലങ്ങളും പോയി കഴിഞ്ഞ് ഷാഫിയെ കൊണ്ടൊരു പ്രസംഗം നടത്തിച്ചാൽ മതി, മാറി അല്ലെങ്കിൽ ആ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഇൻചാർജായിട്ട് അദ്ദേഹത്തെ ഏൽപ്പിച്ചാൽ മതി, ജയിക്കാൻ വേറൊന്നും വേണ്ട. അത്ര എന്താണ് അവരുടെയൊക്കെ ഒരു കരിസ്മ എന്ന് പറയുന്നത്. അവരൊക്കെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ കൂടെ നടന്ന് അദ്ദേഹത്തിൽ നിന്ന് പഠിച്ച് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്. ഇപ്പം തന്നെ ഷാഫി ഒരു ഈ ക്രിസ്മസ് ആശംസ പറഞ്ഞുകൊണ്ടൊരു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൊരു ഇട്ടത് നിന്ന് മീഡിയയിലെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ കൂടെ നിൽക്കുന്ന ആ ഒരു ചിത്രമാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നോക്കണം. ഞാനത് നോക്കി കുറച്ച് നേരം ഇരുന്ന് പോയി. അതിനകത്തൊന്നുമില്ല, പക്ഷേ ആ ഉമ്മൻചാണ്ടി സാറിൻ്റെതായ ചിരി, തിരിച്ച് ഷാഫിയുടേതായ ചിരി, അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് പകർന്നു കിട്ടിയതായിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഇവരൊക്കെ അദ്ദേഹത്തിൽ നിന്ന്, അങ്ങനെയുള്ള ലീഡേഴ്സിൽ നിന്ന്, അല്ലെങ്കിൽ കെ കരുണാകരിൽ നിന്ന്, ഇവരിൽ നിന്നൊക്കെ ഇവർ പഠിച്ച് അവർ ആ ഒരു ഇൻഫ്ലുവൻസ് ഏതായാലും ഉണ്ടാകും. ഏതൊരു രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിലും അവർ ഏത് ലീഡറിനോടാണോ കൂടുതൽ ആഭിമുഖ്യമുള്ളത്, ആരുടെ കൂടെയാണോ പ്രവർത്തിക്കുന്നത്, അവരുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാകും. അപ്പോൾ ഷാഫി ആണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും ഇവരൊക്കെ ജനങ്ങളെ തങ്ങളിലേക്ക് ആകർഷിക്കാൻ കഴിവുള്ളവരാണ്. നിങ്ങൾ നോക്കിക്കേ, ചെറുപ്പക്കാരെ എല്ലാം ഈ വല്യപ്പന്മാർ വെട്ടി ഓടിച്ചു അല്ലേ. രാഹുലിനെതിരെ ഇപ്പം തന്നെ സണ്ണി ജോസഫ് സാർ, അദ്ദേഹം നിഷ്കളങ്കനായൊരു മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു, രണ്ടാമത് KPCCക്ക് പരാതി ഒരു പെൺകുട്ടിക്കുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാതെ കോടതിയിൽ കേസ് ഫയൽ ചെയ്യാതെ 2022 മറ്റോ ഉണ്ടായ ഒരു സംഭവത്തിൻ്റെ കാര്യം ഈ പ്രശ്നത്തിൻ്റെ നടുക്കടലിൽ തീ നിന്നുകൊണ്ടിരിക്കുന്ന പാവം പിടിച്ച രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ കോടതിയുടെ ജാമ്യാപേക്ഷയുടെ വിധി വരുന്നതിൻ്റെ തലേദിവസം KPCCക്ക് ഒരു പരാതി. കാരണം KPCCയിലൊരു ചർച്ച നടന്നു, നാളെ ജാമ്യം കിട്ടുകയാണെങ്കിൽ രാഹുലിനെ തിരിച്ചെടുക്കണം എന്നുള്ളൊരു ചർച്ച ശക്തമായിട്ട് നടക്കുമ്പോൾ ആ ചർച്ചയെക്കുറിച്ച് അറിവുള്ള പോസിബിളി VD സതീശൻ്റെ അറിവോടുകൂടെ ആയിരിക്കാം, എൻ്റെ ഹൈപ്പോത്തസിസ് മാത്രമാണ്, ഒരു പരാതി കൊടുത്തപ്പോൾ സണ്ണി ജോസഫ് പറഞ്ഞു ഇറ്റ് ഈസ് എ വെൽ ഡ്രാഫ്റ്റഡ് കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിനെതിരെ VD സതീശൻ പ്രതിപക്ഷ നേതാവ് വന്നിട്ട് സംസാരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ആരുടെ കൂടെയാണ്? സണ്ണി ജോസഫ് പറയുന്നതിന് അനുകൂലമാണോ? കോൺഗ്രസിൻ്റെ കൂടെ ആണോ? രാഹുലിൻ്റെ കൂടെ ആണോ? അതും പരാതിക്കാരുടെ കൂടെയാണോ? ഓക്കെ, പരാതിക്കാരുടെ കൂടെ ആകട്ടെ. പക്ഷേ സണ്ണി ജോസഫ് പറഞ്ഞതിനെ അങ്ങനല്ല. ഇദ്ദേഹം ഹൈക്കോർട്ടിൽ വരെ എങ്ങാണ്ട് വക്കീലായിട്ട് ഇരുന്നിട്ടുണ്ടെന്നല്ലേ പറയുന്നത്. പക്ഷേ സണ്ണി ജോസഫ് ഒരു അഡ്വക്കേറ്റാണ്, എഡ്യൂക്കേറ്റഡ് മാൻ. അദ്ദേഹം പറഞ്ഞത് ഇറ്റ്സ് എ വെൽ ഡ്രാഫ്റ്റഡ് കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു പെൺകുട്ടി ടൈപ്പ് ചെയ്ത് KPCCക്ക് തന്ന ഒരു പരാതിയല്ല. ഇതിൻ്റെ പിന്നിൽ വളരെ ഒരു ലീഗൽ പോയിന്റുകൾ ചേർക്കാൻ കഴിവുള്ള ഒരു ബ്രെയിൻ അതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ VD സതീശൻ പറഞ്ഞാൽ ഇറ്റ്സ് എ വെൽ ഡ്രാഫ്റ്റഡ്
കംപ്ലൈൻറ്റ്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ? ഞാൻ പരാതികളൊക്കെ കൊടുക്കുമ്പോൾ അഡ്വക്കേറ്റ്സിൻ്റെ കയ്യിൽ കൊടുത്തിട്ടാണല്ലോ ചെയ്യുന്നത്. പക്ഷേ അഡ്വക്കേറ്റ് മുഖാന്തരം ഡ്രാഫ്റ്റ് ചെയ്യുന്നൊരു പരാതി KPCCക്ക് അല്ല കൊടുക്കേണ്ടത് മിസ്റ്റർ വി ഡി സതീശൻ. അത് കൊടുക്കേണ്ടത് ഒന്നുകിൽ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ കോർട്ടിലോ ആണ് കൊടുക്കേണ്ടത്. സണ്ണി ജോസഫ് പറഞ്ഞതാണ് കറക്റ്റ്. അദ്ദേഹം പറഞ്ഞത് ഇത് ഒരു വ്യക്തിയുടെ ഒരു പരാതിയല്ല, ഇതിൻ്റെ പിന്നിൽ ഒരു ഹിഡൻ അജണ്ടയുണ്ട്, ഒരു മാഫിയ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ടാക്റ്റിക് ഉണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഒരു ഗൂഢാലോചനയുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. അത് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ വി ഡി സതീശൻ അതിനെ അവിടെയും സണ്ണി ജോസഫിനെതിരെ സംസാരിക്കാൻ വന്നു. വളരെ വളരെ മോശമായി പോയി. ഞാൻ പറഞ്ഞു വന്നത് ഈ ചെറുപ്പക്കാരെ ഒതുക്കാൻ വേണ്ടി ഉള്ള ഒരു വലിയ ഒരു ആലോചന ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ടായിരുന്നു. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്ത ഒരു കാര്യമാണ്. ഇപ്പം തന്നെ ശബരിയെ നോക്കിയേ. ശബരി അടുത്ത ഇലക്ഷനിൽ മത്സരിച്ച് ഒരു MLA സ്ഥാനം കിട്ടി, അല്ലെങ്കിൽ ഒരു മന്ത്രി വരെ ആകേണ്ട ഒരാളാണ്. UDF വന്നാൽ അദ്ദേഹത്തെ ഒതുക്കി അവിടെ തിരുവനന്തപുരത്ത് കൊണ്ടിരുത്തി. അവിടെ UDFന് ഭരണം കിട്ടിയതുമില്ല. അതിൻ്റെ ചുമതല നോക്കിയത് മുരളീധരനായിരുന്നു. നാട്ടുകാരെല്ലാം കൂടെ ഓടിച്ചു വിട്ടു അവിടുന്ന്. ഇനി VT ബൽറാമിനെ നോക്കി. VT ബൽറാമിൻ്റെ ഒരു പ്രസംഗം നമ്മൾ കാണുന്നില്ല. പോസ്റ്റ് അദ്ദേഹത്തെ ഒതുക്കി. കാരണം അദ്ദേഹത്തിന് മീഡിയയുടെ സൈബർ സെല്ലിൻ്റെ ചുമതലയായിരുന്നു. അദ്ദേഹത്തിന് ചുമതല ഉണ്ടെന്ന് ചിലർ പറയുന്നു, ഇല്ലെന്ന് പറയുന്നു. പക്ഷേ അത് മുഴുവൻ ഈ വി ഡി സതീശൻ ഒതുക്കിയിട്ട് ഇപ്പോൾ അതിനകത്തൂടെ ഇദ്ദേഹത്തിൻ്റെ ജീൻസ് തൊട്ടുള്ള ഫോട്ടോയും അതും ഇതും ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ITV ന്യൂസിലെ സുൽസാർ പറഞ്ഞതിൻ്റെ കൂട്ട് ആയിരക്കണക്കിന് ഇദ്ദേഹത്തിൻ്റെ റീലുകൾ. ഞാൻ തന്നെ അത്ഭുതപ്പെടുകയാണ്. എടാ, കേരളത്തിലെ ഒറ്റ ലീഡർ പിണറായി വിജയൻ പോലും ഇത്രയും റീലുകൾ ഇറക്കിയിട്ടില്ല. റീൽസിലല്ല, റിയാലിറ്റിയിലാണ് കാര്യമിരിക്കുന്നതെന്ന് പറഞ്ഞ ഈ മനുഷ്യൻ എന്ത് പൈസ ഇതിൻ്റെ പുറകിൽ ചിലവാകും, എത്ര മീഡിയ ഇതിൻ്റെ പിന്നിൽ. അദ്ദേഹം തന്നെ സെൽഫായിട്ട് പ്രൊമോട്ട് ചെയ്യുകയാണ്. വളരെ വളരെ മോശമായിട്ടുള്ളൊരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. VT ബൽറാമിനെ ഒതുക്കി. രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് പ്രസിഡന്റ് സ്ഥാനം, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെപ്പിച്ചിട്ട് വേറെ ആരെയോ ആക്കി. ആ പുള്ളിയുടെ അഡ്രസ്സ് പോലും ഇല്ല. പുള്ളി പോയ വഴിക്ക്, നമ്മുടെ നാട്ടിൽ പറയല്ലോ, പോയ വഴിക്ക് പൂട പോലും ഇല്ല എന്ന് പറയുന്ന പോലെ, പുല്ല് ഇല്ല എന്ന് പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ യാതൊരു യൂത്ത് കോൺഗ്രസ് നാട്ടിലുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ യൂത്ത് കോൺഗ്രസിനെ ഒതുക്കി, രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കി, അതുപോലെ തന്നെ VT ബൽറാമിനെ ഒതുക്കി. അത് മാത്രമല്ല, ചാണ്ടി ഉമ്മൻ, അദ്ദേഹത്തിന് സെൻട്രൽ ബേസ് എന്തോ ഒരു പൊസിഷൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തോട് പോലും പറയാതെ അതെടുത്ത് കളഞ്ഞു. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, എൻ്റെ ഒരു ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കേരള സമൂഹത്തിൽ പടക്കുതിരകളെ പോലെ പോയി ഏത് കോൺസ്റ്റിറ്റ്യുവൻസിയിലും സ്വാധീനം ചെലുത്താൻ കഴിവുള്ള, കഴിഞ്ഞ ബൈ ഇലക്ഷൻസിലെല്ലാം ശക്തമായി കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ആ യൂത്തിനെ ഇവർ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറൊരു വിധത്തിൽ അവരെ അടിച്ചൊതുക്കി. അതിൻ്റെ ഭാഗമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന വിഷയമെല്ലാം. പോയിന്റ് നമ്പർ 1, വി ഡി സതീശൻ മകളെപ്പോലെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി വന്ന് പറയുന്നു. അവർ പറയുന്നത് KPCCയിലല്ല, അവർ പറയുന്നത് രാഹുലിൻ്റെ വീട്ടിൽ വേണേൽ പറയാം, അല്ലെങ്കിൽ അവരെ മെസ്സേജ് അയച്ചെന്നാണ് പറയുന്നത്. മെസ്സേജ് അയച്ചെങ്കിൽ അങ്ങ് ബ്ലോക്ക് ചെയ്താൽ പോരെ. വാട്സാപ്പിൽ അയച്ചെങ്കിൽ അങ്ങ് ബ്ലോക്ക് ചെയ്ത്, ഡോണ്ട് ടോക്ക് ടു മീ ലൈക്ക് ദിസ് എനിമോർ. ഇപ്പോൾ നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ ലീഡേഴ്സിനോട് പറയേണ്ടി വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറകെ നടക്കും. അത് മാത്രമല്ല, ഹോട്ടലിലേക്ക് വിളിച്ചു, അങ്ങനെ ആരെങ്കിലുമൊക്കെ വിളിക്കും. നമ്മുടെ നാട്ടിൽ നമുക്ക് ലോജിക്കലായിട്ട് ചിന്തിച്ചുകൂടെ? ഇനി ഈ തദ്ദേശ സ്ഥാപനങ്ങളുടേതായ റിസൾട്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ ലീഡറിനെ, എൻ്റെ നേതാവിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതൊക്കെ യുവനടി എന്ന് പറയുന്ന ആ കുട്ടി, ഞങ്ങൾക്കൊക്കെ പുച്ഛമാണ്. ദിസ് ഈസ് നോട്ട് ദ റൈറ്റ് വേ. ഇപ്പോൾ അവരോട് എന്തെങ്കിലും മോശമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് പ്രതികരിക്കാവുന്ന രീതിയുണ്ട്. അത് മീഡിയയുടെ മുമ്പിൽ വന്ന് പറയുകയല്ല. അത് ഒരു ചെറുപ്പക്കാരനെ, വളർന്നു വരുന്ന ഒരു ചെറുപ്പക്കാരനെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ടാർഗറ്റഡ് വി ഡി സതീശൻ്റെതായ അരമനയിൽ രൂപം കൊണ്ടതായിട്ടുള്ള ഒരു ടാർഗറ്റഡ് അറ്റാക്കായിരുന്നു. വളരെ മോശമായി പോയി. നിങ്ങൾ നെക്സ്റ്റ് CM ആയിട്ടൊന്നും വരാൻ നിങ്ങൾക്ക് യാതൊരു യോഗ്യതയില്ല. നിങ്ങൾ തൊടുത്തതായ ആയുധങ്ങൾ നിങ്ങൾക്കെതിരെ തന്നെ തിരിയുന്ന ഒരു ദിവസം വരും. നിങ്ങൾ കുറിച്ചിടുക. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെതായ 1-2 സ്റ്റേറ്റ്മെൻറ്റ് നമുക്കതിനെ സംബന്ധിച്ച് നോക്കാം. ആദ്യം പറഞ്ഞ്, എൻ്റെ മകളെപ്പോലെ കാണുന്ന ഒരാൾ ഒരു മെസ്സേജ് ഇങ്ങനെ വന്നെന്ന് പറഞ്ഞു. അപ്പോൾ എന്നൊക്കെ പറഞ്ഞ് മീഡിയയുടെ മുമ്പിൽ ഇദ്ദേഹം വന്ന് പറഞ്ഞു, ഞാൻ മകളെപ്പോലെ കാണുന്ന ഒരാളാണ്, ഒരു മെസ്സേജ് വന്നെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പെൺകുട്ടി വന്ന് എന്ത് ചെയ്യുന്നു, മകൾ വന്ന് മീഡിയയുടെ മുമ്പിൽ സംസാരിക്കുന്നു. അതിനുശേഷം പിറ്റേ ദിവസം തന്നെ ഇദ്ദേഹം വീണ്ടും മീഡിയയുടെ മുമ്പിൽ വന്ന് പറഞ്ഞു, നമ്മൾ ഞെട്ടിപ്പോയി, ഞാനെന്നാണ് പറഞ്ഞത്, ഞങ്ങളെന്നല്ല, ഞാൻ എൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്ത തീരുമാനമാണ്. കേരളം ഇരമ്പി വന്നാലും
ഞാൻ എൻ്റെ ബോധ്യത്തിൽ നിന്ന് മാറില്ല എന്ന് പറയും. ഇതുപോലെ പണ്ടെന്ന് പറഞ്ഞാണ് ദാറ്റ് ചാപ്റ്റർ ഈസ് ക്ലോസ്ഡ്, ദ ഡോർ ഈസ് ക്ലോസ്ഡ്. ആരെക്കുറിച്ച് പി അൻവറിനെ കുറിച്ച് പറഞ്ഞതാണ്. ഇന്ന് അൻവറിൻ്റെ മുമ്പ് പോയി കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തെ സ്വീകരിക്കേണ്ട അവസ്ഥ വന്നു. കാരണം മുസ്ലിം ലീഗ് ഒന്ന് വരട്ടിയപ്പോഴത്തേനും ഇയാൾ ഈ വി ഡി സതീശൻ എന്ന് പറഞ്ഞ ആൾ ഇപ്പോൾ എടുത്തുകൊണ്ട് പോയി അവിടെ മാലയിടേണ്ട വന്ന്. ഇതേ അവസ്ഥ വീണ്ടും വരും. നിങ്ങൾ കുറിച്ച് വെച്ചോ, രാഹുലിനെ പോയി മാലയിട്ട് സ്വീകരിക്കുന്ന ഒരു ദിവസം വരും. അത് രാഹുലിനെ സ്നേഹിക്കുന്ന 10,000-കണക്കിന് ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ പ്രാർത്ഥനയാണ്. രാഹുൽ തിരിച്ചു വരും. അതിനെക്കുറിച്ച് ഞാൻ പറയാം. അതിനുമ്പോൾ ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ മനുഷ്യൻ പറഞ്ഞു എൻ്റെ ബോധ്യത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതായ തീരുമാനമാണെന്ന്. അതേ മനുഷ്യൻ ചില ആഴ്ചകൾക്ക് ശേഷം പറഞ്ഞു ഒരു പരാതി പോലും ഇല്ലാതിരിക്കുമ്പോഴാണ് ഞങ്ങൾ നടപടിയെടുത്തത്. കോൺഗ്രസിൻ്റെ നിലപാട് നോക്കിയ നിലപാടുകളുടെ രാജകുമാരനാണ് താങ്കളെങ്കിൽ ഞാൻ സ്നേഹത്തോട് പറയുന്നു, താങ്കൾ ഇനി തൽക്കാലം ഒരു സ്ഥാനത്തേക്ക് മത്സരിക്കരുത്. കാരണം താങ്കൾക്കെതിരെ നിങ്ങളുടേതായ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തന്നെ ഒരുപാട് വീഡിയോകൾ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ മാന്യത കാണിക്കണം. സീസറുടെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം. നിങ്ങൾക്കെതിരെ അവിടുന്ന് തന്നെ രാജേന്ദ്ര പ്രസാദ്, സിമിലോസ് തുടങ്ങിയ ആളുകൾ പറഞ്ഞിട്ടുള്ള അപവാദങ്ങൾ ഇത് കണക്കിലെടുത്തുകൊണ്ട് ശരിയോ തെറ്റോ എന്ന് വരട്ടെ. അവിടെ ഒരു സ്ത്രീയുടെ വീഡിയോ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ മോശമാണ് അവർ പറയുന്ന ഭാഷകൾ. നിങ്ങളിടുന്ന അടിവസ്ത്രത്തിൻ്റെതായിട്ടുള്ള അവസ്ഥ വരെ അവർ വർണ്ണിക്കുന്നുണ്ട്. ഒരു സ്ത്രീ ഒരിക്കലും തെറ്റായിട്ട് അങ്ങനെ പറയത്തില്ല. നിങ്ങളുടെ ഇൻറ്റഗ്രിറ്റി നഷ്ടപ്പെട്ടിരിക്കുന്നു. രാഹുലിനെതിരെ ഒരു പരാതി പോലുമില്ലാതെ നിങ്ങൾ തീരുമാനമെടുത്തെങ്കിൽ, കോൺഗ്രസിൻ്റെ നിലപാടിന് വേണ്ടി സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട് നിങ്ങൾ തീരുമാനമെടുത്തെങ്കിൽ, എൻ്റെ പ്രിയ സുഹൃത്തെ, താങ്കൾ ദയവായിട്ട് നിങ്ങളെ പ്രൊമോട്ട് ചെയ്യരുത്. നിങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആഗ്രഹിച്ചുകൊണ്ട് ആയിരക്കണക്കിന് റീലുകൾ നിങ്ങൾ ഇറക്കി വിടരുത്. നിങ്ങളെ ജനം പുച്ഛത്തോടെ പരിഹസിച്ച് ഇലക്ഷനിൽ തോൽപ്പിക്കുന്ന ഒരു സമയം വരും. പ്രത്യേകിച്ച് ഈ 250-യുടെ i2i ന്യൂസിൻ്റെ ഈ 250-യുടെ അതിൻ്റെ ഫലമെന്ന് പറയുന്നത് നിങ്ങളെ ചുരുട്ടിക്കൂട്ടി നിങ്ങളെ വീട്ടിലിരുത്തുന്ന വനവാസത്തിന് നിങ്ങൾ പോകേണ്ട കാര്യമില്ല. നിങ്ങളെ ജനങ്ങൾ തന്നെ പറഞ്ഞു വിടും. പിന്നെ ഞാൻ വനവാസത്തിന് പോകുമെന്ന് പറയുന്നത് എന്ത് മോശമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ടീം UDF എന്നല്ലേ പറയുന്നത്. അപ്പോൾ ടീം UDF എന്ന് പറയുമ്പോൾ UDF ഘടകകക്ഷികളെ അതുപോലെ തന്നെ KPCC എല്ലാവരുടെ ചേർന്നല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പം UDF അധികാരത്തിലേക്ക് വന്നില്ലെങ്കിൽ ഞാൻ പോകുമെന്ന് പറയുമ്പോൾ അതിൻ്റെ എന്താണ് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നത്? നിങ്ങൾ പറയാതെ പറയുന്നൊരു കാര്യമുണ്ട്. UDFനെ വിജയത്തിലേക്ക് കൊണ്ടുവരുന്നത് ഞാനാണ്, എൻ്റെ കാൽക്കുലേഷനാണ്. ഇപ്പം തദ്ദേശ സ്ഥാനങ്ങളുടെ റിസൾട്ട് വന്നപ്പോൾ തന്നെ ഇരുന്നുകൊണ്ട്, വേറെ ആരുമില്ല, തന്നെ ഇരുന്നുകൊണ്ട് മൊബൈൽ നോക്കുന്നു, കുറേ പേപ്പർ എടുത്ത് എഴുതുന്നു, റീലൊക്കെ ഇറക്കി വിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണ്? ഇദ്ദേഹത്തിൻ്റെ കാൽക്കുലേഷനാണ്, ഇദ്ദേഹത്തിൻ്റെ ജനം വിജയമാണെന്ന് അദ്ദേഹം വിധി എഴുതുകയാണ്. വളരെ മോശമാണ്. രാഹുലിനെതിരെ സ്വന്തം മകളെ പോലെ കാണുന്ന ഒരു പെൺകുട്ടിയെ ഇറക്കി വിടുന്നു, മീഡിയയുടെ മുമ്പിലേക്ക് വിടുന്നു. അതിനുശേഷം രാഹുലിനെ ഫോഴ്സ് ചെയ്ത് രാജിവെപ്പിക്കുന്നു. രാജിവെച്ചിട്ട് പറയുന്നു ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തതെന്ന്. അതേ ആൾ തന്നെ പിന്നീട് പറയുന്നു ഒരു പരാതി പോലും ഞങ്ങളുടെ മുമ്പിൽ ഇല്ലാതിരിക്കുമ്പോഴാണ് ഞങ്ങൾ തീരുമാനമെടുത്തതെന്ന്. എന്തിനാണ് അങ്ങനെ എടുത്തത്? എന്തിനാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ സസ്പെൻഡ് ചെയ്തത്? എൽദോ അവിടെ ഇരിക്കുന്നു, വിൻസെൻ്റ് അവിടെ ഇരിക്കുന്നു, PJ കുര്യനെതിരെ ആരോപണം ഉണ്ടായിട്ടില്ലേ? KC വേണുഗോപാലിനെതിരെ ആരോപണം ഉണ്ടായിട്ടില്ലേ? ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിക്കെതിരെ സരിത കേസ് കൊടുത്തില്ലേ? CBI എൻക്വയറി ഉണ്ടായില്ലേ? അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയോ? ഇല്ലല്ലോ. എത്രയോ പേർ നിങ്ങൾക്കെതിരെ ഒരുപാട് വീഡിയോകൾ പ്രചരിക്കുന്നില്ലേ? നിങ്ങൾ സ്ഥാനം രാജിവെച്ചില്ലല്ലോ. എന്തിനാ ഈ ഒരു ചെറുപ്പക്കാരനെ, ഒരപ്പൻ നഷ്ടപ്പെട്ട കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച കതറിട്ട് നടന്ന ഒരു മനുഷ്യൻ്റെ, ഒരു മിലിറ്ററിക്കാരൻ്റെ മകനായ ഈ ചെറുപ്പക്കാരൻ കോൺഗ്രസിന് വേണ്ടി തൻ്റെ യൗവന രക്തം KSUവിന് വേണ്ടിയും യൂത്ത് കോൺഗ്രസിന് വേണ്ടിയും ചിലവഴിച്ച ആ പാവം പിടിച്ച ചെറുപ്പക്കാരനെ നിങ്ങൾ എന്തിന് അസൂയ കൊണ്ട്? അതേ നിങ്ങളല്ലേ അദ്ദേഹത്തെ പാലക്കാട് കൊണ്ടുപോയി ഇൻസ്റ്റാൾ ചെയ്തത്? അപ്പോൾ അന്നൊന്നും പരാതിയില്ലായിരുന്നു. നിങ്ങൾ പറഞ്ഞു, ഉണ്ണിത്താൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വന്ന് പത്രസമ്മേളനം നടത്തും, അത് പറയും, ഒരുപാട് രേഖകൾ എൻ്റെ മുമ്പിലുണ്ട്. അപ്പം നിങ്ങൾ പാലക്കാട് ഇദ്ദേഹത്തെ നിർത്തിയപ്പോൾ നിങ്ങളുടെ കയ്യിൽ രേഖയൊന്നും ഇല്ലായിരുന്നു? അന്ന് നിങ്ങൾക്കൊന്നും അറിയത്തില്ലായിരുന്നു? എന്തിനാണ് നിങ്ങൾ പാലക്കാട് കൊണ്ടുപോയി അവിടെ നിർത്തിയത്? എന്ന് മാത്രമല്ല, നിങ്ങളോട് മാത്രമല്ല, ഞാൻ കോൺഗ്രസ്സിലെ ഞാൻ ബഹുമാനിക്കുന്ന ലീഡേഴ്സായിട്ടുള്ള ഷാഫിയോട് ഞാൻ ചോദിക്കുന്നു. ഷാഫി ഇപ്പോൾ രാഹുലിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. നിങ്ങളെ ജ്യേഷ്ഠനെ പോലെ കണ്ട ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. മിസ്റ്റർ ഷാഫി, നിങ്ങൾ ഈ വീഡിയോ വോയിസ് കേൾക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഷാഫിയുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, ദയവേത് രാഹുൽ മാങ്കൂട്ടത്തിനെ നിങ്ങളിപ്പോൾ പാർട്ടിയുടെ നിയമം അനുസരിച്ച് പരസ്യമായിട്ട് സപ്പോർട്ട് ചെയ്തെങ്കിലും മനസ്സിൽ നിന്ന് അദ്ദേഹത്തെ ഉപേക്ഷിക്കരുത്. ബഹുമാനപ്പെട്ട MM ഹസൻ, ഷാഫി പറമ്പിൽ,
തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, നിങ്ങളെല്ലാം നാവടഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ശക്തമായിട്ട് ഈ കൾപ്രിറ്റായ വി.ഡി. സതീശനെതിരെ നിങ്ങൾ രംഗത്ത് വരണം. അതിൻ്റെ കാരണം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം ഉമ്മൻചാണ്ടി സാറിനെ താഴെ ഇറക്കാൻ വേണ്ടി ഒരു പ്രതിപക്ഷ നേതാവിനെ പോലെ പ്രവർത്തിച്ച ഒരാളാണ് ഈ വി.ഡി. സതീശൻ. ഇദ്ദേഹം ഒരു എം പി ആയിട്ടിരുന്നിട്ടില്ല, ഇദ്ദേഹം ഒരു മന്ത്രിയായിട്ടിരുന്നിട്ടില്ല. ഇദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് ആരോപണങ്ങളുണ്ട്. അദ്ദേഹം അടുത്തൊരു CM പോസ്റ്റിലേക്ക് സ്വന്തമായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കയറി വരികയാണ്. നിങ്ങൾ പ്രവർത്തിക്കണം, നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിക്കണം, നിങ്ങൾ അഭിപ്രായം പറയണം. നിങ്ങൾ കേരള സമൂഹത്തെ നിങ്ങൾ കൈവിടരുത്. UDF അധികാരത്തിലേക്ക് വരാനുള്ള ഒരു ഗോൾഡൻ ചാൻസ് ഉണ്ട്. ആ ഗോൾഡൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്, ബഹുമാനപ്പെട്ട കെ സുധാകരൻ, ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അദ്ദേഹത്തെ ആദ്യമായിട്ടാണ് വിളിച്ച് സംസാരിച്ചപ്പോൾ എത്ര മാന്യമായിട്ടാണ് അദ്ദേഹം ഫോണിൽ കൂടെ, എന്ത് താഴ്മയോടെയാണ്. വളരെ കരുത്തനായ ഒരു ലീഡറാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് ആദ്യം ഫോൺ എടുത്തതിന് ശേഷം ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്ത് മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. കെ സുധാകരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അതുപോലെ തന്നെ VN സുധീരൻ വർഷങ്ങൾ സൈലൻ്റായിട്ട് ഇപ്പോൾ രാഹുലിൻ്റെ വിഷയത്തിലാണ് അദ്ദേഹം നാവ് പോക്കിയത്. ബെന്നി ബെഹനാൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, ചാണ്ടി ഉമ്മൻ, VT ബൽറാം, നിങ്ങൾ ഒരു കാര്യം നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്. ഇഫ് യു കനോട്ട് ഗീവ് ജസ്റ്റിസ് ടു രാഹുൽ മാങ്കൂട്ടത്തിൽ, how can you give justice to the community and to the coming thousands of youth Congress leaders? എൻ്റെ ഒന്നാമത്തെ ചോദ്യമാണ്. നിങ്ങളോടുള്ള രണ്ടാമത്തെ എൻ്റെ ചോദ്യമാണ്, ആരോപണങ്ങളുണ്ടായ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി, PJ കുര്യൻ, അതുപോലെ തന്നെ എൽദോസ് കുന്നപ്പള്ളി, ഈ വിൻസെൻ്റ്, ഇങ്ങനെയുള്ള VD സതീശൻ, ഇങ്ങനെയുള്ള ആളുകൾക്കെല്ലാം നിങ്ങൾ ക്ഷമ കൊടുത്തില്ലേ? എന്തിന് നാട്ടുകാർ പിടിച്ച് അടി കൊടുത്ത്, ഒരു സ്ത്രീയുടെ കൂടെ അടി കൊടുത്ത് നാണം കെട്ട രാജ്മോഹൻ ഉണ്ണിത്താനെ, അതുപോലെ തന്നെ KPCC ഓഫീസിൽ ഉണ്ണിത്താൻ പറഞ്ഞാണ് ബക്കറ്റിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നെന്നും കെ മുരളീധരൻ അവിടെ സ്ത്രീകൾ കയറുമ്പോൾ അള്ളാഹ് കസം അബുക്ക കുസം എന്ന് പറഞ്ഞ കഥ അടയ്ക്കൂ ഡെനീസെ എന്ന് ഇദ്ദേഹം പറയും. അള്ളാഹ് കസം അബുക്ക കുസം എന്ന് വീണ്ടും പറയുമ്പോൾ തുറക്കൂ ഡെനീസെ എന്ന് പറയുമ്പോഴേ ആ ഡോറ് തുറക്കൂ എന്നൊക്കെ ഈ ഉണ്ണിത്താൻ തന്നെയല്ലേ പറഞ്ഞത്. അപ്പം മുരളീധരനെതിരെ ആരോപണമില്ലായിരുന്നു, ഉണ്ണിത്താനെതിരെ ഇല്ലായിരുന്നു, എത്രയോ ലീഡേഴ്സിനെതിരെ. ദാറ്റ്സ് ആരോപണം. It's only an allegation. All allegations has to be proved in the court. ഇപ്പം വേണുഗോപാലിനെതിരെ വന്നത് അത് CBI പറഞ്ഞു, അതിനകത്ത് കഴമ്പില്ല. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിക്കെതിരെ വന്ന കഴമ്പില്ല എന്ന് പറഞ്ഞു. അല്ല, ഇപ്പോൾ ഒരു ആരോപണം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു അലിഗേഷൻ വരുമ്പോൾ നിങ്ങൾ ആളിനെ പുറത്താക്കുകയാണോ ചെയ്യുന്നത്? ദിസ് ഇസ് മൈ ക്വസ്റ്റ്യൻ ടു യു. ഞാനല്ല, 10,000-കണക്കിന് ആളുകളുടെ ചോദ്യമാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്യാതെ അടുത്ത തെരഞ്ഞെടുപ്പിൽ മുണ്ടും മടക്കി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നാട്ടുകാർ ഓടിക്കുന്നുള്ളത് മറന്നു പോകരുത്. കൺക്ലൂഡ് ചെയ്യാം. അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF വരണമെന്നാണ് എൻ്റെ പ്രാർത്ഥന, എൻ്റെ ആഗ്രഹം. കാരണം UDF ഈ LDF ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോയാൽ കേരളം നശിക്കും. കമ്മ്യൂണിസ്റ്റുകാർ പോലും ആഗ്രഹിക്കുന്നില്ല ഈ പിണറായി മുമ്പോട്ട് ഭരണം നടത്തണമെന്ന്. ഈ തദ്ദേശ സ്ഥാപനങ്ങൾ റിസൾട്ട് നോക്കണ്ട, അടുത്ത ഇലക്ഷനിൽ പിണറായി കയറി വരും. അതിനുള്ളതായ ടാർഗറ്റുകൾ അവർ നോക്കുന്നുണ്ട്. BJPയുടെ ഫുൾ സപ്പോർട്ട് അവർക്കുണ്ട്. പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഈ മുസ്ലിം ലീഗ് ഞാൻ സ്നേഹിക്കുന്നൊരു പാർട്ടിയാണ്. പക്ഷേ അവർ ഈ UDF വരിഞ്ഞു മുറുക്കാൻ വേണ്ടി പണ്ട് ഒട്ടകത്തിന് തലവെക്കാൻ സ്ഥലം കൊടുത്തതിൻ്റെ കൂട്ട് അവർക്കുള്ള ഒരു പൊസിഷനുണ്ട്. ആ പൊസിഷനിൽ നിന്ന് അവരുടെ മുസ്ലിം ലീഗ് എന്നാണ് അവരുടെ പേര്. ഇപ്പം മുസ്ലിം ലീഗ് UDF ഹൈജാക്ക് ചെയ്തിട്ട് ഇവിടുത്തെ ഉള്ള ഹൈന്ദവ സമൂഹത്തെയും അതുപോലെ തന്നെ ക്രിസ്ത്യൻ സമൂഹത്തെയും എല്ലാം കൂടെ അവർ തന്നെ ഭരിക്കേണ്ട കാര്യമില്ല. അത് ശരിയല്ല. കാരണം ഇപ്പം തന്നെ അൻവറിനെ എടുത്തതിൻ്റെ പിന്നിൽ അൻവറിനെ എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അത് മുസ്ലിം ലീഗ് പറഞ്ഞിട്ടായിരിക്കരുതായിരുന്നു. അന്ന് തന്നെ വേണുഗോപാൽ പറഞ്ഞപ്പോൾ VD സതീശനെതിരെ എതിർപ്പ് നിൽക്കുക, അദ്ദേഹത്തെ എടുക്കണമായിരുന്നു. അവിടെയായിരുന്നു മാന്യത ഉണ്ടായത്. അന്ന് നിലപാടുകളുടെ രാജകുമാരൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ പുകഴ്ത്തിയപ്പോൾ ജയശങ്കർ പുകഴ്ത്തി ഈ മനുഷ്യനെ ഒരു പരുവാക്കി. അപ്പോൾ ഇന്ന് ശങ്കറിനോട് നമുക്ക് തിരിച്ചു ചോദിക്കാം, എന്താ പറ്റി ഈ അൻവറിനെ തിരിച്ചെടുത്ത നിലപാട് എവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് വേണേൽ ചോദിക്കാം. ഇപ്പോൾ മുസ്ലിം ലീഗിനെ അല്ലെങ്കിൽ ഘടകകക്ഷികൾക്ക് ഇപ്പോൾ മുസ്ലിം ലീഗിൽ കൂടുതൽ സീറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കിപ്പോൾ മുഖ്യമന്ത്രി വരെ ആകണമെന്ന് ഇപ്പം താല്പര്യം. അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട NK പ്രേമചന്ദ്രനും അവർക്കും കൂടുതൽ ചോദിക്കാമല്ലോ, CPM ചോദിക്കാമല്ലോ, അല്ലെങ്കിൽ PJ ജോസഫിനും ചോദിക്കാമല്ലോ. എല്ലാവരും കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താകും? മുസ്ലിം ലീഗിനെ നിർത്തേണ്ടടുത്ത്
അവർ കേരളം മുഴുവൻ അങ്ങ് പിടിച്ചെടുക്കാൻ വേണ്ടി ഇപ്പം തെക്കേ കേരളത്തിലും കൂടെ അങ്ങോട്ട് പിടിമുറുക്കാൻ നോക്കുമെന്ന് പറയുന്നു. അവരെ നിർത്തേണ്ടടുത്ത് നിർത്താൻ ബഹുമാനപ്പെട്ട UDF ലീഡേഴ്സിന് കഴിയണം. അവരും കൂടെ കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അതുപോലെ അപ്കമിങ് ഇലക്ഷനെ നമ്മൾ ഫേസ് ചെയ്യുന്ന സമയത്ത് ഈ CPMൻ്റെ ശബരിമല തൊട്ട് കരുവന്നൂർ തൊട്ട് സ്വർണ്ണ കള്ളക്കടത്ത് തൊട്ട് ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങൾ നിങ്ങളത് വീഡിയോ ആയിട്ട് തന്നെ അത് പ്രൊമോട്ട് ചെയ്യണം ജനങ്ങളുടെ ഇടയിലേക്ക്. ഇപ്പം തന്നെ ഒരു പാട്ട് ഒരു മനുഷ്യൻ എഴുതി, എന്ത് ഹിറ്റായത്, KTA പോറ്റിയ ഒരു പാട്ടാണ്. അതുപോലെ നിങ്ങൾ വീഡിയോ ഈ അഴിമതികളെല്ലാം ചേർന്നിട്ടുള്ള ഈ LDFൻ്റെതായിട്ടുള്ള അത് ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എത്തിക്കണം. CPMൻ്റെ അഴിമതി മാത്രം, വികസനമില്ല. വികസനം മുരടിച്ചത് ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്തുണ്ടായ വികസനം നിങ്ങൾ കമ്പയർ ചെയ്ത് ജനങ്ങളിലേക്ക് പ്രസംഗത്തിൽ കൂടെ നിങ്ങളത് എത്തിക്കണം. ഈ VD സജഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന UDFനെ പ്രൊമോട്ട് ചെയ്യുകയല്ല, അദ്ദേഹത്തെ മാത്രം അദ്ദേഹം പ്രൊജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ചെയ്യുന്നത് എന്തിനാണെന്നറിയാമോ? UDFനെ തോൽപ്പിക്കാൻ വേണ്ടിയാണ്. കാരണം വെള്ളാപ്പള്ളി 19 വയസ്സ് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. വെള്ളാപ്പള്ളി പറഞ്ഞു VD സതീശനാണ് CPMൻ്റെ ഐശ്വര്യം, പിണറായിയുടെ ഐശ്വര്യം. ദാറ്റ്സ് എ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഞാൻ പറയുന്നു, ഈ മനുഷ്യൻ്റെ എനിക്ക് യാതൊരു വ്യക്തി വിരോധവും ഈ മനുഷ്യനോടില്ല. അദ്ദേഹത്തെ ഞാൻ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. അദ്ദേഹത്തിന് ഒരു MLA വരെ ഒരു മന്ത്രി മാക്സിമം അദ്ദേഹത്തിൻ്റെ കപ്പാസിറ്റി ഒരു മന്ത്രി എന്നുള്ളതാണ്. അതിനപ്പുറത്തൊരു ലീഡറായിട്ട് അദ്ദേഹത്തിന് പറ്റില്ല. സ്ക്രൂ ആണെങ്കിൽ എല്ലായിടത്തും കൊണ്ട് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിമോഹമാണ് ദിനേശ, അതിമോഹമാണ് നിങ്ങൾക്കുള്ളത്. അപ്പം ഇദ്ദേഹത്തെ ഒരു CMൻ്റെ സ്ഥാനത്ത് പ്രൊജക്റ്റ് ചെയ്താൽ UDFൻ്റെതായിട്ടുള്ള സാധ്യതയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഈ LDFൻ്റെതായിട്ടുള്ള ഈ അഴിമതികൾ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കണം. മുസ്ലിം ലീഗിനെ നിർത്തേണ്ടത് നിർത്തണം. അതുമാത്രമല്ല VD സതീശനെ ഈ പ്രൊജക്റ്റ് ചെയ്യുന്ന റീൽസുകൾ നിർത്തിയിട്ട് ആരാണ് ഹു ഈസ് യുവർ ലീഡർ, ഇപ്പം മത്സരമാണ്. ഇപ്പം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാനുള്ള മത്സരം ഇതിന് ഈ കോർ കമ്മിറ്റി എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ. ഈ കോർ കമ്മിറ്റി എവിടെയാണ്? നിങ്ങളെന്താണ് ഒന്നിച്ച് കൂടി വാർത്താ സമ്മേളനം നടത്താത്തത്? ഈ VD സതീശനാണല്ലോ എപ്പോഴും വന്ന് കാര്യങ്ങൾ പറയുന്നത്. KPCCയുടെ പ്രസ്താവനകൾ വരുന്നില്ല, വാർത്താ സമ്മേളനങ്ങൾ വരുന്നില്ല, കോർ കമ്മിറ്റിയുടെ ആയിട്ടുള്ള വാർത്താ സമ്മേളനങ്ങൾ വരുന്നില്ല. അടൂർ പ്രകാശിനെ കാണാൻ പോലുമില്ല. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. പക്ഷേ ഇടയ്ക്ക് ഈ ദിലീപിൻ്റെ വിഷയം വന്നതോടുകൂടി ഭയങ്കര എതിർപ്പാണ് ഞാൻ സഹിതം പബ്ലിക്കിൽ നിന്ന് അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഒരു എളിയ അഭ്യർത്ഥന, ഈ ക്രിസ്മസ് ദിനത്തിൽ എൻ്റെ എളിയ അഭ്യർത്ഥന, പ്ലീസ് ഡു നോട്ട് പ്രൊജക്റ്റ് VD സതീശൻ. അദ്ദേഹത്തിൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ ഇപ്പോൾ കുറച്ച് പുള്ളി എവിടെയോ പോയി ട്രെയിനിങ് എടുത്ത് കുറച്ച് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള റെസ്പോൺസ്, അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ, ഇതെല്ലാം ഒരു നല്ല ക്വാളിറ്റിയുള്ള കെ കരുണാകരനെ പോലെയോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാറിനെ പോലെ, എന്തിന് PN സുധീറിനെ പോലെ ആ ലെവലിൽ പോലും അതിൻ്റെ ഒരു പകുതി പോലും ഈ മനുഷ്യനെത്തില്ല. അതുകൊണ്ടാണ് UDFനെയും കേരളത്തെ സ്നേഹിക്കുന്നുകൊണ്ടാണ് ഇത് പറയുന്നത്. ഡു നോട്ട് പ്രൊജക്റ്റ് ഹിം. ഇതൊരു അഭ്യർത്ഥന മാത്രമാണ്. അതിന് ഞാൻ ITI ന്യൂസിൻ്റെ 250 ആ കമ്പയിനിൽ ഞാൻ ശക്തമായിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീ ഷുഡ് നോട്ട് കം. അദ്ദേഹം ഒരു CM സ്ഥാനത്തേക്ക് വന്നാൽ അത് കേരളത്തിൻ്റെതായ അധപ്പതനത്തിൻ്റെ ആദ്യത്തെ ആണിക്കല്ലായിരിക്കും. കാരണം ഇദ്ദേഹം ഉമ്മൻചാണ്ടി, നല്ല നീതിമാനായിരുന്ന ഉമ്മൻചാണ്ടി പരസ്യമായിട്ട് അഴിമതി നിറഞ്ഞ സർക്കാരാണെന്നുകൊണ്ട് വിമർശിച്ച ആളാണ്. ഇദ്ദേഹമാണ് K സുധാകരൻ സാറിന് നല്ല മനുഷ്യൻ. ഇന്ന് കേരളത്തിൽ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ കഴിവുള്ള ഒന്നാമത്തെ ആളാണ് K സുധാകരൻ. രണ്ടാമത്തെ ആളാണ് ഷാഫി പറമ്പിൽ. അദ്ദേഹത്തിന് പ്രായം കുറവാണെന്നേ ഉള്ളൂ. പ്രായം കുറവാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ ന്യൂസിലൻഡിൻ്റെ ജസിന്ത, അവർക്ക് 37 വയസ്സേ ഉള്ളായിരുന്നു. ഇപ്പോൾ VD സതീശനേക്കാളും ഒരു 50 മടങ്ങ് പെർഫോമൻസ് ഷാഫി ചെയ്യും അദ്ദേഹത്തെ CM സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ. K സുധാകരൻ, ഇപ്പം ഞാൻ എ ക്രിസ്ത്യൻ, വെരി മച്ച്. പക്ഷേ ഞാൻ മതം നോക്കിയോ അല്ലെങ്കിൽ ഒന്നുമല്ല സംസാരിക്കുന്നത്. ഞാൻ കേരളത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. അവർ കഴിഞ്ഞ് നമുക്ക് ചിന്തിക്കാൻ കഴിവുള്ള ഒരാളായിരുന്നു ശശി തരൂർ. പക്ഷേ ശശി തരൂർ അദ്ദേഹം എന്താണ് പറയുന്നത്, അദ്ദേഹത്തിന് തന്നെ ഞാൻ വളരെ സപ്പോർട്ട് ചെയ്തൊരാളാണ്. ഞാൻ രാഹുൽ ജിയോട് വരെ പറഞ്ഞിട്ടുള്ളതാണ് കാര്യം. പക്ഷേ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള പൊസിഷൻ അദ്ദേഹത്തിന് കേരള സമൂഹത്തിന് ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ നിലപാടെന്താണെന്ന് നമുക്കറിയത്തില്ല. ഇനിയും സമയമുണ്ട് അദ്ദേഹത്തെ മുമ്പോട്ട് കൊണ്ടുവരാൻ. അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റുകൾ തിരുത്തിയാൽ ഇവർ 3 പേരാണ് നമുക്ക് ശക്തമായിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടുള്ള ആളുകളെ ഉള്ളൂ ബാക്കി ഉള്ളവർ. ഇപ്പം KC വേണുഗോപാലാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും
അവരെയൊക്കെ നമുക്ക് കാണാം. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വി.ഡി. സതീശനെ ആ ലിസ്റ്റിൽ കാണിക്കാനേ പറ്റില്ല. ഇത് എന്നെ കേൾക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ടവരെ, i2 ന്യൂസിൻ്റെ വീഡിയോസ് നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ അടുത്ത് നിങ്ങൾ ഷെയർ ചെയ്യണം. ഇത് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. എന്നോട് സുനിൽ സാർ ഇത് പറഞ്ഞിട്ടില്ല, അദ്ദേഹവും പറഞ്ഞിട്ടില്ല. അദ്ദേഹം വളരെ ഷാർപ്പായിട്ടുള്ളൊരു ജേർണലിസ്റ്റാണ് സുനിൽ സാർ. ഈസ് എ വെൽ എഡ്യൂക്കേറ്റഡ്, വെരി ഷാർപ്പ് മാൻ. അദ്ദേഹം പറയുന്ന ഓരോ സെൻറ്റൻസ് ഞാൻ ശ്രദ്ധിച്ച് കേൾക്കാറുള്ളതാണ്. കാരണം ഈസ് ഒബ്സർവേഷൻസ് ഈ ഒരു കാര്യത്തിലല്ല, പല കാര്യങ്ങളിലും ഈസ് വെരി ഷാർപ്പ്. അപ്പോൾ അത് പ്രൊമോട്ട് ചെയ്യണം. പിന്നെ പാലക്കാടുകാരോട് എനിക്ക് പറയാനുള്ള കാര്യം, ഞാനിവിടെ അമേരിക്കയിലാണ് ജീവിക്കുന്നതെങ്കിൽ ഞാൻ അമേരിക്കൻ റൈസല്ല കഴിക്കുന്നത്. ഞാൻ പാലക്കാട് നിന്ന് വരുന്ന പാലക്കാടൻ മട്ട എന്ന് പറയുന്ന ഒരു റൈസുണ്ട്, നല്ല ഒന്നാന്തരം കുത്തരി. അത് ഉണ്ടാക്കുന്ന മനുഷ്യർ പാലക്കാടാണ്. അത് മാത്രമല്ല, ഞാൻ പാലക്കാട് വന്നിട്ടുമുണ്ട്. ഹൃദയത്തിൽ നന്മ മാത്രം നിറഞ്ഞ ആളുകളാണ് പാലക്കാടുള്ളവർ. അടുത്ത ഇലക്ഷനിൽ രാഹുലിന് സീറ്റില്ല എന്ന് പറയുന്നു. എൻ്റെ ഒരു കാൽക്കുലേഷൻ, ഷാഫിയെ തന്നെ തിരിച്ച് വീണ്ടും അവിടെ ഇറക്കാനുള്ള ചാൻസ് ഉണ്ട്. ഷാഫി അത് സമ്മതിക്കരുതെന്നാണ് സ്നേഹത്തോടുള്ള ഒരു അഭ്യർത്ഥന. ഷാഫി നിന്നാൽ മാത്രമേ ഉള്ളൂ രാഹുലിന് അപകടം പാലക്കാട്. വേറെ ആര് നിന്നാലും രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാടുകാർ നെഞ്ചോട് ചേർത്ത് പിടിക്കും. അവരാരെങ്കിലും ഇത് കേൾക്കുന്നെങ്കിൽ ഈ പാലക്കാടുകാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വേറൊന്നും ഓർക്കരുത്. ആ ചെറുപ്പക്കാരൻ്റെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അദ്ദേഹത്തോട് ക്ഷമിക്കുന്നു. കോടതി തെളിയിക്കട്ടെ, തെളിയിക്കുന്നിടം വരെ നമ്മൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കണം. ഇതാണ് എൻ്റെ നിലപാട്. കോടതി അദ്ദേഹത്തെ വിധിക്കട്ടെ, അപ്പോൾ നമുക്ക് നമ്മുടെ നിലപാട് മാറ്റാം. അതുവരെ ആ ചെറുപ്പക്കാരനെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം, അദ്ദേഹത്തെ കൈവിടരുത്. കാരണം അപ്പൻ മരിച്ചുപോയ ഒരു ചെറുപ്പക്കാരനാണ്. വളരെ വിഷമത്തോടാണ് ഞാൻ പറയുന്നത്. ഒരു പിതാവ് നഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ പാർട്ടിക്കാരെടുത്ത് കറിവേപ്പില പോലെ പുറത്തെറിഞ്ഞു. പക്ഷേ നമുക്ക് സമൂഹത്തിന് കൊള്ളാവുന്ന, UDFന് ഗോൾഡായിട്ട് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരൻ. അടുത്ത ഇലക്ഷനിൽ അവൻ ജയിക്കട്ടെ. അവൻ ജയിച്ച് വരുമ്പോൾ ചിലപ്പോൾ ഒരു ഉമ്മൻചാണ്ടി സാറിൻ്റെ സമയത്ത് 1 സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ് അദ്ദേഹം ഭരിച്ചെന്ന് ഓർക്കണം. ചിലപ്പോൾ 1 സീറ്റിൻ്റെ വ്യത്യാസത്തിലായിരിക്കും LDFും UDFും തമ്മിൽ നിൽക്കുന്നത്. അന്ന് രാഹുൽ സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുറകെ നിൽക്കാൻ ആൾ കാണുമെന്നുള്ളത് ഒരു പ്രോഫറ്റിക് മെസ്സേജ് പോലെ ഞാൻ പറഞ്ഞുകൊണ്ട് പറയുന്നു, രാഹുൽ വിൽ കം ബാക്ക്. രാഹുലിനെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഈ ഓഡിയോ കേൾക്കുന്നെങ്കിൽ ടെൽ രാഹുൽ ദാറ്റ് 10,000 കണക്കിന് ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നെവർ ഗിവ് അപ്പ്, സ്റ്റാൻഡ് സ്ട്രോങ്. നിങ്ങളുടെ ഭാഗത്ത് തെറ്റുകൾ സംബന്ധിച്ചിട്ടുണ്ട്, പക്ഷേ വി ഫോർഗീവ് യു. നിങ്ങളോട് ഞങ്ങൾ ക്ഷമിക്കുന്നു. ബട്ട് ബി കെയർഫുള്ളായിരിക്കുക. രാഷ്ട്രീയം അവസാനിപ്പിക്കരുത്. വി.ഡി. സതീശനുള്ള മറുപടി എന്ന് പറയുന്നത്, അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഇൻഡിപെൻഡൻ്റായിട്ട് നിന്ന് നിങ്ങൾക്ക് സേഫായിട്ട് വളർന്നേ നിൽക്കാവൂ, ഇല്ലെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ ഭാവി നഷ്ടപ്പെട്ടു പോകും. Stand in a safe position and win. Come back. Thank you all. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.